തിരുവനന്തപുരം കല്ലമ്പലത്ത് ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ അപകടം. കൊടകര MBA കോളേജിലെ വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത്. 17 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. 2 പേരുടെ നില ഗുരുതരം. വിഴിഞ്ഞത്തേക്ക് പഠനയാത്രയ്ക്ക് പോകവെയായിരുന്നു അപകടം. പ്രശാന്ത് ശങ്കരമംഗലത്ത് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പുലർച്ചെ 3:30 അപകടമുണ്ടാകുന്നത്. തിരുവനന്തപുരത്ത് ദേശീയപാതയിൽ കല്ലമ്പലത്തിന് സമീപം നാവായിക്കുളത്തിന് സമീപത്തായിട്ടാണ് ഇത്തരത്തിൽ അപകടമുണ്ടായത്. നാവായിക്കുളത്ത് സ്റ്റാച്യു ജംഗ്ഷൻ, ആ ജംഗ്ഷന് സമീപത്തായിട്ടുള്ള സ്ഥലത്താണ് ഇത്തരത്തിൽ സ്കൂൾ ബസ്, കോളേജ് ബസ് മറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു എന്നാണ് ഇപ്പോൾ നമുക്ക് പ്രാഥമികമായിട്ട് ഇവിടെ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. പുലർച്ചെ 3:30 ഇത്തരത്തിൽ അപകടമുണ്ടാകുന്നത്. ഒരു വലിയ ശബ്ദം കേട്ട് ഈ ഒരു വീട്ടിലേക്കാണ് ഈ വാഹനം മറിഞ്ഞത്, ബസ് മറിയുന്നത്. വലിയ ശബ്ദം കേട്ട് വീട്ടുടമസ്ഥർ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ബസ് മറിഞ്ഞ നിലയിൽ കാണപ്പെടുന്നത്. തുടർന്ന് രക്ഷാപ്രവർത്തനം അടക്കം നടത്തുന്ന നിലയിലേക്ക് എത്തുകയായിരുന്നു. ബസ്സിൽ 42 വിദ്യാർത്ഥികളുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ കോളേജ് അധ്യാപകരും അതോടൊപ്പം ബസ് ജീവനക്കാരും ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ അപകടമാണ് ഉണ്ടായത്. പുലർച്ചെ 3:30 ഇത്തരത്തിൽ ഈ വിദ്യാർത്ഥികൾക്കടക്കം പരിക്കേൽക്കുന്ന നിലയിലേക്ക് എത്തിയത്. സർവീസ് റോഡിൽ നിന്നും, അതായത് ദേശീയപാതയുടെ സർവീസ് റോഡിൽ നിന്നും വാഹനം താഴേക്ക് പതിക്കുകയായിരുന്നു. ഒരു വീടിൻ്റെ ഷെയ്ഡിൽ ഇടിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉണ്ടായത്. നിരവധി വിദ്യാർത്ഥികൾക്ക് ഇതിൽ പരിക്കേറ്റിട്ടുണ്ട്. 2 പേരുടെ നില ഗുരുതരമായി തുടരുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. പരിക്കേറ്റവരെ തിരുവനന്തപുരത്തെ കല്ലമ്പലത്തിന് സമീപത്തുള്ള മെഡിക്കൽ കോളേജിലും അതോടൊപ്പം തന്നെ മറ്റ് സ്വകാര്യ ആശുപത്രികളിലേക്കും മാറ്റുകയും ചെയ്തു. രക്ഷാപ്രവർത്തനം അടക്കം ചില വിദ്യാർത്ഥികൾ തന്നെ നടത്തുകയും ചെയ്തു. അതോടൊപ്പം തന്നെ പോലീസും എത്തി. ഒപ്പം മറ്റ് പ്രദേശവാസികളും ഫയർഫോഴ്സും അടക്കമുള്ളവർ എത്തുകയും രക്ഷാപ്രവർത്തനം നടത്തുകയും ചെയ്തു. ബസ്സിൻ്റെ മുൻവശം പൂർണ്ണമായും തകർന്ന നിലയിലാണ്. അതോടൊപ്പം തന്നെ സൈഡ് വശം ചരിഞ്ഞുകൊണ്ട് ആണ് ബസ് വീണത്. അവിടെ നിന്ന് രക്ഷാപ്രവർത്തനം അടക്കം വളരെ ദുഷ്കരമായിരുന്നു എന്നാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. പുലർച്ചെ 3:30 ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള അപകടമുണ്ടായത്. തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്തേക്ക് പഠനയാത്ര സംബന്ധിച്ച് വന്ന കൊടകരയിൽ നിന്നുള്ള വിദ്യാർത്ഥി സംഘമാണ് ഇത്തരത്തിൽ സഞ്ചരിച്ചിരുന്ന ബസ്സാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത്. അവർ വിഴിഞ്ഞം പോർട്ടിൽ പഠനയാത്രയ്ക്കായി എത്തിയവരാണെന്നാണ് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പുലർച്ചെ 3 മണിയോടുകൂടി വലിയ ശബ്ദം കേട്ടാണ് ഉടമസ്ഥരടക്കം പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ബസ് മറിഞ്ഞ് വീണ നിലയിലാണ് കാണപ്പെട്ടത്. അതിനുശേഷമാണ് തുടർന്ന് പോലീസിനെ വിളിച്ചറിയിക്കുകയും പോലീസും അതോടൊപ്പം തന്നെ ഈ ബസ്സിൽ തന്നെ ഉണ്ടായിരുന്ന ചില വിദ്യാർത്ഥികളടക്കമുള്ളവർ പെട്ടെന്ന് ഡോറ് തല്ലി തുറന്നുകൊണ്ട് കണ്ണാടി ചില്ലുകളെല്ലാം പൊട്ടിച്ചുകൊണ്ട് പുറത്തേക്ക് വരികയും രക്ഷാപ്രവർത്തനം നടത്തുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അങ്ങനെ രക്ഷാപ്രവർത്തനം നടത്തിയാണ് വിദ്യാർത്ഥികൾ പുറത്തേക്ക് എടുത്തത്. വലിയ അപകടം തന്നെയാണ് ഉണ്ടായത് എന്ന് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. 2 പേരുടെ നില വളരെ ഗുരുതരമായി തുടരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവരെ കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. ഒരു വിദ്യാർത്ഥിയും ഒരു അധ്യാപകനുമാണ് ഇത്തരത്തിൽ ഗുരുതരമായി പരിക്കേറ്റത്. കാലിൽ കമ്പി തുളച്ചു കയറുന്ന ഒരു അവസ്ഥയുണ്ടായി എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ അപകടത്തിൻ്റെ കാരണം എന്താണെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം എന്നതടക്കമുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. അതിലും നിലവിൽ കൃത്യമായൊരു വ്യക്തത ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ വാഹനം സർവീസ് റോഡിൽ നിന്നും തെന്നി നീങ്ങി മറ്റ് ഒരു വ്യക്തിയുടെ വീട്ടുവളപ്പിലേക്ക് ചരിഞ്ഞ് വീഴുകയായിരുന്നു. അങ്ങനെയാണ് അപകടമുണ്ടായത്. മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടയിലാണ് അപകടമുണ്ടായതെന്നും ചില പ്രദേശവാസികൾ പറയുന്നുണ്ട്. എന്തായാലും ഇതിലൊന്നും വ്യക്തതയില്ല. എന്തായാലും വലിയ രീതിയിലുള്ള അപകടം പുലർച്ചെ ഉണ്ടായിരുന്നു. വിദ്യാർത്ഥി സംഘം സഞ്ചരിച്ച വിഴിഞ്ഞത്തേക്ക് പോവുകയായിരുന്ന പഠനയാത്രയുമായി ബന്ധപ്പെട്ട് പോവുകയായിരുന്ന തൃശ്ശൂരിൽ നിന്നുള്ള വിദ്യാർത്ഥി സംഘമാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത്. വാഹനം ടൂറിസ്റ്റ് ബസ്സിൽ നിന്നും മറിഞ്ഞാണ് അപകടത്തിൽപ്പെട്ടത്. 17ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 2 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പരിക്കേറ്റവരെ തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. മെഡിക്കൽ കോളേജിലും അതോടൊപ്പം തന്നെ സ്വകാര്യ ആശുപത്രികളിലേക്കാക്കി കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. വലിയ അപകടം ഇത് തിരുവനന്തപുരത്ത് നാവായിക്കുളത്തിന് സമീപത്താണ്. കല്ലമ്പലത്തിനും നാവായിക്കുളത്തിനും ഇടയ്ക്ക് സ്റ്റാച്യു ജംഗ്ഷൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത്തരത്തിൽ അപകടമുണ്ടായത്.